മനുഷ്യൻ നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂടുകൂട്ടുമെന്ന് പരിശുദ്ധ ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ബൈബിളിലെ പഴയ നിയമത്തിൽ ഓബദ്യാവ് എന്ന ചെറിയൊരു പ്രവചന ഗ്രന്ഥമുണ്ട്. അതിൽ 1-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യമാണ് മനുഷ്യൻ നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂടുകൂട്ടുമെന്ന് എഴുതിയിരിക്കുന്നത്. നക്ഷത്രങ്ങൾ തമ്മിലുള്ള അകലം തന്നെ ആയിരക്കണക്കിന് പ്രകാശവർഷങ്ങളോളം അകലമുണ്ടാകും. ഇതിനിടയിൽ ശൂന്യതയിൽ മനുഷ്യൻ ഭവനം നിർമ്മിക്കും എന്നാണ് ബൈബിളിൽ രേഖപ്പെടുത്തിയത്. ഇന്നേക്ക് 2000-ൽ അധികം വർഷങ്ങൾക്ക് മുമ്പേ തിരുഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയ ഈ പ്രവചന ദൂത് ഇന്ന് അക്ഷരാർത്ഥത്തിൽ അത് നിറവേറിയിരിക്കുകയാണ്. മനുഷ്യൻ ശൂന്യതയിൽ ഭവനം പണിതിരിക്കുകയാണ്. സ്പേസ് കോളനിയിൽ ഇന്ന് മനുഷ്യൻ കടന്നു പോയിട്ട് മടങ്ങി വരുന്നുണ്ട്. എത്ര കൃത്യമായി അത് നിറവേറിയിരിക്കുന്നു. അതുപോലെ മറ്റിതര രാജ്യങ്ങളുടെ ചാരുപഗ്രഹങ്ങൾ ബഹിരാകാശത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു. അതിലെല്ലാം ആയുധപ്പുരകളായി ഇന്ന് നിലനിൽക്കുമ്പോൾ വചനം അതിശക്തമായ നിലയിൽ ലോകത്തോട് വിളിച്ചു പറയുന്നത് ഇതിൻ്റെ ഒരു വള്ളിക്കോ പുള്ളിക്കോ ഒരു മാറ്റവും ഒരിക്കലും വരികയില്ല. ഇതുപോലെ നൂറ്റുകണക്കിന് ശാസ്ത്രീയ പ്രവചനങ്ങളാണ് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എൻ്റെ പ്രിയരോട് എനിക്ക് പറയാനായിട്ടുള്ളത്, മനുഷ്യ ജീവിതം ക്ഷണികമാണ്. നമ്മുടെ മരണാനന്തരം നമുക്കൊരു ജീവിതമുണ്ട്. അത് സ്വർഗീയ രാജ്യം, അത് രക്ഷയാണ്. അവിടെ കടന്നു പോകുവാൻ വചനാധിഷ്ഠിതമായി താങ്കൾ നിങ്ങളുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തി യേശുവിനായി ഒരുങ്ങണം എന്ന അഭ്യർത്ഥനയോടുകൂടെ എൻ്റെ വാക്കുകളുടെ ചുരുക്കുന്ന ദൈവമായ കർത്താവ് താങ്കളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.